ഇറ്റ്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവം തൃശൂരിൽ അരങ്ങേറുമ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്കും നാടകം കാണാൻ ആഗ്രഹം. ജയിൽ അധികൃതരുടെ അഭ്യർത്ഥന മാനിച്ച് ഡെൻമാർക്കിൽ നിന്നുള്ള ആസ്റ്റേരിയൻസ് ഹസ് തിയേറ്ററോ ആണ് വില്യം ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകം ജയിലിൽ അവതരിപ്പിച്ചത്. വിയ്യൂർ സെൻട്രൽ ജയിൽ അങ്കണമാണ് വിദേശ നാടകത്തിന് വേദിയായത്. റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകം വിയ്യൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾ ഹർഷാരവങ്ങളോടെയാണ് സ്വീകരിച്ചത്. അഭിനേതാക്കളായ പീറ്റർ കിർക്കിനെയും ചിൽഡ് ക്ലൂസണിനെയും കാണികൾ അഭിനന്ദിക്കാനും മറന്നില്ല. തടവുപുള്ളികളുടെ മാനസിക പരിവർത്തനം ലക്ഷ്യമാക്കിയാണ് ഇറ്റ്ഫോക്കിൽ ഇറങ്ങിയേറിയ റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകം വിയ്യൂർ സെൻട്രൽ ജയിലിൽ അവതരിപ്പിച്ചത്. ജയിലിൽ നാടകം അവതരിപ്പിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അഭിനേതാക്കൾ പറഞ്ഞു. It's been a great pleasure for us to be here in jail for the very first time in jail. I will pronounce it later, but thank you so much for letting us do this. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് പിള്ള, ഫെസ്റ്റിവൽ ക്യൂറേറ്റർ റുവാന്തി ഡി ചിക്കേറ എന്നിവർ നാടക സംഘത്തിനൊപ്പം ജയിലിലെത്തിയിരുന്നു. ജയിലങ്കണം നാടകോത്സവത്തിന്റെ ഭാഗമായതിൽ ഇൻഫോക്കിനും സംഗീത നാടക അക്കാദമിക്കും അതിയായ അഭിമാനമുണ്ടെന്ന് അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിയും അഭിപ്രായപ്പെട്ടു. ഇതുപോലെ വിയ്യൂർ സെൻട്രൽ ജയിലിനകത്ത് അവരുടെ അനുഭവം ആദ്യമായാണ് ജീവിതത്തിൽ ഇത്രയധികം നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളവർക്ക് ഡെൻമാർക്കിൽ നിന്നും ഇവിടെ എത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇതുപോലെ തടവുകാർക്ക് മുന്നിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അതും ഷേക്സ്പിയറിൻ്റെ വിശ്വപ്രശസ്തമായ റോമിയോ ആൻഡ് ജൂലിയറ്റിൻ്റെ അവരുടേതായ ഒരു വേർഷനാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അത്യുജ്വലമായ ഒരു അവതരണവും അസാമാന്യമായ എനർജിയുമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇറ്റ്ഫോക്കിന് ഏറ്റവും അഭിമാനമുണ്ട് സംഗീത നാടക അക്കാദമിക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.